മനുഷ്യരാശിയുടെ ഭാവിയിലെ ബഹിരാകാശ യാത്രകൾക്ക് വെളിച്ചം പകരാനുതകുന്ന 7 പരീക്ഷണങ്ങളിൽ നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പങ്കാളിയായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു കഥാപാത്രമുണ്ട്, കുഞ്ഞൻ ആൽഗകൾ. നമ്മൾ ബഹിരാകാശത്തേക്ക് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ യാത്ര ചെയ്താൽ അവിടെ എങ്ങനെ ഓക്സിജൻ കിട്ടും? മാലിന്യം നമ്മൾ എന്തു ചെയ്യും? ബഹിരാകാശത്ത് ഭക്ഷണമുണ്ടാക്കി കഴിക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താൻ കുഞ്ഞൻ ആൽഗകൾ സഹായിക്കും. ഭൂമിയിലെ ഏകദേശം 8.7 ദശലക്ഷം സ്പീഷീസുകളിൽ ഒന്നാണ് ആൽഗകൾ. പൊതുവെ പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഇവ ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലുമുണ്ട്. സാധാരണയായി ജലാശയങ്ങളിലും ഈർപ്പം നിറഞ്ഞ മണ്ണിലും മരങ്ങളിലും മറ്റും കാണപ്പെടുന്നു. വേര്, തണ്ട്, ഇല എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്ത ഘടനയാണുള്ളത്. ഇത് ഏകകോശ നിർമ്മിതമോ ബഹുകോശ നിർമ്മിതമോ ആകാം. ഏകകോശ നിർമ്മിതമായ ആൽഗകൾ പല വലിപ്പത്തിലും നിറത്തിലും കാണപ്പെടുന്നു. ഏകകോശ ആൽഗകൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തത്ര ചെറുതാണ്. നമ്മുടെ ഭൂമിയിലെ ആദ്യകാല ഫോട്ടോസിന്തറ്റിക് ജീവിവർഗങ്ങളിലൊന്നാണ് സൂക്ഷ്മ ആൽഗകൾ. ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനും കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനുമുള്ള കഴിവ് മറ്റു സസ്യങ്ങളെ അപേക്ഷിച്ച് ആൽഗകൾക്ക് വളരെ കൂടുതലാണ്. ഉയർന്ന ഫോട്ടോസിന്തറ്റിക് കാര്യക്ഷമത, വേഗത്തിലുള്ള വളർച്ചാ നിരക്ക്, ഉയർന്ന ഊർജ സംരക്ഷത, ഭക്ഷ്യയോഗ്യത, സമൃദ്ധമായ പോഷക ഘടകങ്ങൾ തുടങ്ങിയ ഗുണങ്ങളും ഈ ആൽഗകൾക്ക് ഉണ്ട്. സൂക്ഷ്മ ആൽഗകളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത അതിവേഗത്തിൽ ചുറ്റുപാടുമായി ഇണങ്ങിച്ചേരുന്നുവെന്നതാണ്. വിവിധ വംശനാശ കാലഘട്ടങ്ങൾ അതിജീവിച്ചതിനും തെളിവുണ്ട്. ബഹിരാകാശത്തിലെ കടുത്ത പരിസ്ഥിതിയോട് ഇവയ്ക്ക് ഇണങ്ങിച്ചേരാൻ പറ്റുമെന്നാണ് കരുതുന്നത്. കൂടിയ താപനിലയിലും അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ഉൾപ്പെടെയുള്ള കടുത്ത സാഹചര്യത്തിലും ആൽഗകൾക്ക് ജീവിക്കാൻ സാധിക്കും. മനുഷ്യന്റെ ദീർഘകാല ബഹിരാകാശ യാത്രയ്ക്ക് ആവശ്യമായ പ്രോട്ടീൻ, അമിനോ ആസിഡ്, വൈറ്റമിൻ, ലിപ്പിഡ് എന്നിവയുടെ കലവറയാണ് സൂക്ഷ്മ ആൽഗകൾ. ഇവ ക്ലോറോഫിൽ, ഫൈക്കോബിലിൻ, കരോട്ടിനോയിഡ് വർഗത്തിലുള്ള വർണ്ണകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മ ആൽഗകളിലുള്ള ആസ്താക്സാന്തിൻ, ല്യൂട്ടിൻ, ഫ്യൂക്കോസാന്തിൻ, സിയാക്സാന്തിൻ, ബീറ്റ കരോട്ടിൻ, ബി ക്രിപ്റ്റോ കരോട്ടിൻ തുടങ്ങിയവ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇവ കോശങ്ങളിൽ ഉണ്ടാകുന്ന വികിരണ പ്രശ്നങ്ങളെ തടുക്കാനും പരിഹരിക്കാനും സഹായിക്കുന്നു. ശുഭാംശുവിന്റെ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? മൈക്രോഗ്രാവിറ്റിയിൽ സൂക്ഷ്മ ആൽഗകളുടെ പ്രോട്ടീൻ ഉൽപാദനം എങ്ങനെയെന്ന പരീക്ഷണമാണ് ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടത്തിയത്. സൂക്ഷ്മ ആൽഗകളെ ബഹിരാകാശത്ത് മൈക്രോഗ്രാവിറ്റിയിൽ വളർത്തി ഓക്സിജൻ ഉൽപാദനവും കാർബൺ ക്യാപ്ചറിംഗും സാധ്യമാകുമോ എന്നും പരീക്ഷിച്ചു. ആൽഗകളുടെ വളർച്ച, മെറ്റബോളിസം, ജനിതക പ്രവർത്തനങ്ങൾ എന്നിവ ഭൂമിയിലെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുള്ള പഠനവും ഇക്കൂട്ടത്തിലുണ്ട്. നമ്മൾ വളരെ നിസ്സാരക്കാരെന്ന് കരുതുന്ന ഈ കുഞ്ഞൻ ആൽഗകൾ ഭാവിയിൽ നമുക്ക് എന്തുമാത്രം പ്രയോജനമാകുന്നു എന്ന് നമുക്ക് മനസ്സിലായില്ലേ?